ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ആംഫിബ്ലാസ്റ്റുല ലാർവയിലേക്കും പാരൻക്യൂമുല ലാർവയിലേക്കും കിടക്കാം. ആംഫിബ്ലാസ്റ്റുല ലാർവ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോളോ ബോൾ കമ്പോസ്ഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് സെൽസ്. അതിൻ്റെ പേര് നെയിംലി ആൻറ്റീരിയർ ഫ്ലജല്ലേറ്റഡ് സെൽസും അതേപോലെ തന്നെ പോസ്റ്റീരിയർ നോൺ ഫ്ലജല്ലേറ്റഡ് ആൻഡ് ഗ്രാനുലാർ സെൽസുമാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സം കൽഷാരിയസ് സ്പോഞ്ചസ്. കൽഷാരിയസ് സ്പോഞ്ചിലാണ് ഇത് കാണപ്പെടുന്നത്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഗ്രാൻഷിയ, സൈക്കൺ, ല്യൂക്കോസോളിനിയ എക്സെട്ര ഇതുപോലെയുള്ള കൽഷാരിയസ് സ്പോഞ്ചിലാണ് ഈ ആംഫിബ്ലാസ്റ്റുല ലാർവ കാണുന്നത്. ആൻഡ് ഓൾസോ ഇൻ സം ഡെമോസ്പോഞ്ചിയയിലും ചില ഡെമോസ്പോഞ്ചിയ സച്ച് ആസ് ഓസ്കാരല്ല ആൻഡ് പ്ലാങ്കിന പോലുള്ള ചില ഡെമോസ്പോഞ്ചിയയിലും ഇത് കാണുന്നു. ഇനി ഇതിൻ്റെ ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഫോർമേഷൻ ഓഫ് ആംഫിബ്ലാസ്റ്റുല എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ 16 സെൽ സ്റ്റേജ് ഓഫ് ക്ലീവേജിൽ അറ്റ് ദ 16 സെൽ സ്റ്റേജ് ഓഫ് ക്ലീവേജ് ദ എംബ്രിയോ ഫോംസ് എ ഫ്ലാറ്റ് ഡിസ്ക്. എംബ്രിയോ ഒരു ഫ്ലാറ്റ് ഡിസ്ക് ഫോം ചെയ്യുന്നു. ഇൻ ദിസ് ഡിസ്ക് സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 ടയേഴ്സ് ഓഫ് 8 ഈച്ച്. ഇൻ ദിസ് ഡിസ്ക് ഈ ഡിസ്കിൽ സെൽസ് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്തിട്ട് 2 ടയേഴ്സ് ഓഫ് 8 വരുന്ന 2 ടയേഴ്സായിട്ട് മാറുന്നു ഈ 16 സെൽസ്. 8 സെൽസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ടു മെറ്റേണൽ ലെയർ ഓഫ് കോയനോസൈറ്റ്സ്. അപ്പോൾ മെറ്റേണൽ ലെയറിൻ്റെ കോയനോസൈറ്റ്സിൽ മെറ്റേണൽ ലെയറിൻ്റെ അവിടെയുള്ള 8 സെൽസ് എന്ത് ചെയ്യും, ആർ ഡിസ്റ്റൈൻ ടു ഫോം ദ ഫ്യൂച്ചർ എപ്പിഡെർമിസ് ആയിട്ട് ഫോം ചെയ്യാം, ഡിസ്റ്റൻഡ് ചെയ്യും. ആൻഡ് അതേഴ്സ് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ദേ ആർ ഡിസ്റ്റൈൻ ടു ഫോം ദ ഫ്യൂച്ചർ കോവാനോഡം. ബാക്കിയുള്ളത് കോവാനോഡമായിട്ട് ഫോം ചെയ്യാൻ ഡിസ്റ്റൈൻഡ് ചെയ്യും. ദ പ്രൊസ്പെക്റ്റീവ് കോവാനോസൈറ്റ്സ് ഡിവൈഡ് റാപ്പിഡ്ലി. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, കോവാനോസൈറ്റ്സ് ഡിവൈഡ് ചെയ്യും, റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് അക്വയർ ഫ്ലെജില്ല ഓൺ ദിയർ ഇന്നർ സൈഡ്. But the prospective epidermis cells remain undivided, become granular and form a group of disc or large cells. ഇതിൻ്റെ സെൻറ്ററിൽ ഇൻ ദ സെൻറ്റർ ഓഫ് ദിസ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൻ്റെ സെൻറ്ററിൽ ആൻ ഓപ്പണിംഗ് ഓർ എ ബ്രേക്ക് അപ്പിയർ ചെയ്യും. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് സ്റ്റോമോബ്ലാസ്റ്റുല. ഇപ്പോൾ സ്റ്റോമോബ്ലാസ്റ്റുല എന്ത് ചെയ്യും, they undergo inversion through the opening. It turns inside out ആയിട്ട് തിരിയുന്നു. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ റിസൾട്ട് വഴി ദ ഫ്ലജല്ലേറ്റഡ് സെൽസ് ആർ ബ്രോട്ട് ടു ദ ഔട്ട്സൈഡ് ആൻഡ് എ whole ball of cells is formed with anterior flagellated and posterior non-flagellated and granular cells. ഇതിൻ്റെ പേരാണ് ആംഫിബ്ലാസ്റ്റുല. അപ്പോൾ ആംഫിബ്ലാസ്റ്റുല എന്ന് പറയുന്നത് കൽഷേരിയയുടെ ക്യാരക്ടറിസ്റ്റിക് ലാർവ ആണ്. Okay, it gets enclosed in an trophic membrane formed of parental coenocytes. This membrane supplies the embryo nutrients. അപ്പോൾ ആംഫിബ്ലാസ്റ്റുല ലാർവ എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും, പാരൻറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. ആൻഡ് ലെറ്റ്സ് ടു എ ഫ്രീ സ്വിമ്മിങ് ലൈഫ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഈ പീരീഡിൽ ഇറ്റ് അണ്ടർഗോസ് എംബോളിക് gastrulation. Its flagellated anterior part invaginates and the non-flagellated cells spread over them. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഫ്ലജല്ലേറ്റഡ് സെൽസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും, ഗെറ്റ് കംപ്ലീറ്റ്ലി കവേർഡ് ആൻഡ് എൻക്ലോസ്ഡ് ബൈ എന്തുകൊണ്ട്, നോൺ ഫ്ലജല്ലേറ്റഡ് സെൽസ് കൊണ്ട്. നൗ ഇപ്പോൾ ലാർവ ഫിക്സസ് ടു എ സബ്സ്ട്രാറ്റം, അണ്ടർഗോസ് ഫർദർ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിക്കംസ് എ സ്പോഞ്ച്. ഇപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, ലാർവ ഫിക്സ് ചെയ്യും, സബ്സ്ട്രാറ്റമായിട്ട് ഫിക്സ് ചെയ്തിട്ട് അണ്ടർഗോസ് ഫർദർ ഡെവലപ്മെൻറ്റ്സ് അണ്ടർഗോ ചെയ്തിട്ട് അത് ഒരു സ്പോഞ്ചായിട്ട് മാറും. ഇതിൻ്റെ ഫ്ലജല്ലേറ്റഡ് സെൽസ് ഫോം ദ കോയനോഡേം ആൻഡ് ദ നോൺ ഫ്ലജല്ലേറ്റഡ് സെൽസ് ഫ്രം ദ എപ്പിഡെർമിസ്. ഓക്കെ, ഇതൊക്കെയാണ് ആംഫിബ്ലാസ്റ്റുല ലാർവേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് പാരൻക്യൂമുല ലാർവയാണ്. പാരൻക്യൂമുല ലാർവ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഫ്രീ സ്വിമ്മിങ് ഫ്ലജല്ലേറ്റഡ് ലാർവ ഓഫ് സം കൽഷാരിയസ് സ്പോഞ്ചസ്, എക്സാമ്പിൾ ഒളിന്തസ് ആൻഡ് മോസ്റ്റ് ഡെമോസ്പോഞ്ചിയ. മിക്ക ഡെമോസ്പോഞ്ചിയയിലും കുറച്ച് കാൽഷേറിയയിലും കാണുന്ന തരം ഫീച്ചറാണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്, പാരൻക്യൂമുല ലാർവ എന്ന് പറയുന്നത്. ഫീച്ചറല്ല, ക്യാരക്ടറിസ്റ്റിക് ഫ്രീ സ്വിമ്മിങ് ഫ്ലജല്ലേറ്റഡ് ലാർവ ആണ് അത്. ഓക്കെ, അപ്പോൾ പാരൻക്യൂമുല എന്ന് പറയുന്നത് സോളിഡ് മാസ സെൽസ് ആണ്. ഇത് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നു നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഔട്ടർ ലെയർ ഓഫ് ഫ്ലജല്ലേറ്റഡ് സെൽസ് ആൻഡ്
inner core of various types of amoeboid cells. അതുമാത്രമല്ല then non-flagellated polar cells called posterior granular cells. The amoebocytes include pinacocytes, sclerocytes, coloncytes and archaeocytes. Pinocytes എന്ന് പറയുന്നത് pinacocytes are epidermis forming cells, sclerocytes are spicule forming cells, coloncytes are amoeboid cells with thread-like pseudopodia and archaeocytes are gamete forming cells. പാരൻക്യൂമുല എന്ന് പറയുന്നത് ദേ മേ ബി ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്, പലതരത്തിൽ ഡിഫറെൻറ്റ് വേസ്, പല വേസിലും ഇത് ഫോം ചെയ്യാം. ചില കേസസിൽ ക്ലീവേജ് റിസൾട്ട്സ്, അതിൻ്റെ ക്ലീവേജ് റിസൾട്ട്സ് ഇൻ സോളിഡ് മാസ് ഓഫ് സെൽസ് കോൾഡ് സ്ട്രിയോബ്ലാസ്റ്റുല. ഇറ്റ്സ് ഔട്ടർ സെൽസ് ഗ്രാജുവലി എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ സെൽസ് എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് ഫ്ലജലേറ്റഡ് ആവും ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ലെയർ, ഒരു ലെയറായിട്ട് അറേഞ്ച് ചെയ്യും വിച്ച് എൻക്ലോസസ് ദ അതർ സെൽസ്. This forms a parenchyma. In some others, cleavage results in a coeloblastula composed of a single layer of flagellated cells arranged around a central cavity called blastocyst. Then, എന്നിട്ട് some of the flagellated cells എന്ത് ചെയ്യും, lose their flagella, migrate to the central cavity, become amoeboid and undergo division. ഇതിൻ്റെ റിസൾട്ടായിട്ട് എ ഫ്ലജലേറ്റഡ് സോളിഡ് ഗാസ്ട്രുല ഫോം ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് സ്ട്രിയോഗാസ്ട്രുല. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ഫ്രീ സ്വിമ്മിംഗ് പാരൻക്യൂമുല ലാർവ. Parenchyma detaches from the parent, swims about freely for some time, attaches to a solid substratum and metamorphoses to a sponge. ഡ്യൂറിങ് ദിസ് ഈ ടൈമിൽ ദ സെൻട്രൽ അമീബോയ്ഡ് സെൽസ് എന്ത് ചെയ്യും, സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ആൻഡ് സ്പ്രെഡ് ഓവർ ദ ഫ്ലജലേറ്റഡ് സെൽസ് ആൻഡ് ദെൻ ഫോം ദ പിനാക്കോഡോം, സ്പിക്യൂൾസ് എക്സെട്ര. The flagellated cells form the choanoderm. The empty central space now becomes the spongocoel and osculum. ഇതൊക്കെയാണ് പാരൻക്യൂമുല ലാർവേനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി സ്പോഞ്ച് ലാർവയുടെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലാർവൽ ഫോംസ് സ്പോഞ്ച് എന്ന് പറയുന്നത് ഫ്ലജലേറ്റഡും ഫ്രീ സ്വിമ്മിങ്ങും ആണ്. ഫ്ലജലേറ്റഡ് ആൻഡ് ഫ്രീ സ്വിമ്മിങ് ഫീച്ചേഴ്സ് ഓഫ് ദ ലാർവ ഇസ് സിഗ്നിഫിക്കൻറ്റ്. രണ്ട് വേസിൽ സിഗ്നിഫിക്കൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് സൈക്കോളജിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദാറ്റ് ദ ഫ്രീ സ്വിമ്മിങ് പവേഴ്സ് ഓഫ് ദ ലാർവ എനേബിൾ ദ ഡിസ്പേഴ്സൽ ഓഫ് ദ members. It is evolutionarily significant in that it provides a clue that sponges might have evolved from free swimming flagellated or ciliated ancestors. Okay. അപ്പോൾ നമ്മൾ ഈ ലാർവകളെ കുറിച്ച് ആംഫിബ്ലാസ്റ്റുല ലാർവയും പാരൻക്യൂമുല ലാർവേനെ കുറിച്ചിട്ടുമൊക്കെ പഠിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലാണ് ഈ 3 ലാർവേനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അത് പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് ജെമ്യൂൾസ് ആണ്. പിന്നെ കുറേ ഫിഷനും എക്സോജിനസ് ബഡിങ്ങൊക്കെ വരുന്നുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ മൊഡ്യൂളും ഇതോടു കൂടിയിട്ട് ഇവിടെ തീരാണ്. മൊഡ്യൂൾ 6 ഫൈലം പൊരിഫറ ഇതോട് കൂടിയിട്ട് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 4 മൊഡ്യൂൾ കൂടി എടുത്ത് തീർക്കാണ്ട് വൈകാതെ തന്നെ നമുക്ക് എടുത്ത് തീർക്കാം. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ പഠിക്കാനും ശ്രമിക്കുക. ഇത്രയും നേരം കോപ്പറേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഓക്കെ, സീ യു സൂൺ ഗൈസ്. താങ്ക് യു.